ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെയും പറയാം. ഏറ്റവും കൂടുതൽ ലഹരി കിട്ടുന്നത് അമ്മ കൊന്നിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്താ കുഴപ്പം? സമൃദ്ധയെക്കുറിച്ചുള്ള യഥാർത്ഥ കാര്യങ്ങൾ തന്നെയല്ലേ ഞാൻ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാനില്ലെന്നാണോ അമ്മ പറയുന്നത്? ഇപ്പൊ തന്നെ നമ്മൾ അറിയാതെ ഓരോ കാര്യങ്ങളും അവള് ചെയ്യുന്നത് അമ്മയ്ക്ക് അറിയില്ലേ? നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. പറഞ്ഞത് പറഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എന്താ കാര്യം? അമ്മയ്ക്കിപ്പോഴും പറഞ്ഞതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഈ സമൂഹത്തില് നിലയും വിലയുള്ള ആളാ ഗോകുല്. സത്യം പുറത്തു വന്നാ ഗോകുലിന്റെ അന്തസ്സിനാ കോട്ടം സംഭവിക്കാൻ പോകുന്നത്. അവന്റെ നിലയ്ക്കും വിലയ്ക്കൊന്നും ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് വിശ്വാസമായിട്ടുണ്ട്. കൊള്ളാം. മണ്ടത്തരം പറഞ്ഞിട്ടേ അമ്മ പിന്നെ അതിൽ കടിച്ചു തൂങ്ങോ? അവളിനി പോവാൻ പോകുന്നതേ ഇടമറ്റത്തേക്കായിരിക്കും, ആ ഓർഫനേജിലേക്ക്. അതുകൊണ്ട് എന്ത് സംഭവിക്കാൻ? അവിടെ ചെന്ന് അന്വേഷിച്ചാലും സമൃദ്ധയുടെ കാര്യങ്ങൾ മാത്രമല്ലേ അറിയൂ. അതല്ലാതെ മറ്റെന്തെങ്കിലും അവൾ അറിഞ്ഞാലോ? കുടുങ്ങാൻ പോകുന്നതേ സ്വന്തം മകനായിരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവളിപ്പോ ഗൗരിമോളുടെ അമ്മയാ. ഗോകുലും ഗൗരിമോളും സമൃദ്ധയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മേ, അവര് തമ്മില് ഒരുമിച്ച് ജീവിക്കുന്നതിൽ എനിക്കൊരു പരാതിയില്ല. പക്ഷേ ഇതൊരു ഞാൺമേൽ കളിയാണെന്ന് അമ്മയ്ക്ക് നല്ലതുപോലെ ഓർമ്മ വേണം. നമ്മുടെ സമൃദ്ധി അറിയാവുന്ന ഒരുപാട് പേര് അവിടെ ഇല്ലേ? എന്തെങ്കിലും കാരണവശാല് അവിടെ വെച്ച് യഥാർത്ഥ സത്യം അവള് തിരിച്ചറിഞ്ഞ ഇടം മാറ്റം. എവിടെയാ ഈ സ്ഥലം? അത് ഞാൻ അന്വേഷിച്ചു. വിതുരയ്ക്കടുത്ത് എവിടെയാണെന്നാ മനസ്സിലായത്. ഇനി എന്ത് ചെയ്യാനാ പ്ലാൻ? അത് പറയാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ വിളിച്ചത്. നാളെ രാവിലെ ഇടമറ്റത്തേക്ക് പോവാന്നാ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. വെരി ഗുഡ്. അത് തന്നെയാ നല്ലത്. വിതുരയ്ക്ക് അടുത്താവുമ്പോ രാവിലെ പോയാ വൈകുന്നേരത്തിന് മുമ്പ് തിരിച്ചു വരികയും ചെയ്യാം. ആ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി വരാം. എങ്കിൽ എനിക്കത് വലിയൊരു ഉപകാരമായിരിക്കും. ആ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ, നാളെ രാവിലെ നേരെ ഇങ്ങോട്ട് പോര്. ഇവിടുന്ന് ഒരു ടാക്സി പിടിച്ച് നമുക്ക് ഒരുമിച്ച് പോവാം. പക്ഷേ ഇത്രയും ദൂരം പോവാൻ ഇവിടുന്ന് എന്ത് പറഞ്ഞ് ഞാൻ ഇറങ്ങുന്നാ? ആ, രാവിലെ മോള് സ്കൂളിൽ വിടാൻ മറ്റോ ആണോന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയാ മതി. വിതുരയ്ക്ക് അടുത്തല്ലേ, സ്കൂൾ ടൈമിന് മുമ്പ് പോയിട്ട് തിരിച്ചു വരികയും ചെയ്യാം. തന്റെ വീട്ടിൽ ആർക്കും ഒരു സംശയം തോന്നുകയില്ല. ശരി മാഡം, ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ. എന്തായാലും രാവിലെ ഇടമറ്റത്തേക്ക് പോകുന്ന കാര്യത്തിൽ ഇനി ഒരു മാറ്റവും ഇല്ല. ശരി. മോളെ, മോള് പേടിച്ചു പോയോ? എന്താ മോൾ ഇങ്ങനെ നോക്കുന്നേ? അമ്മ,
ആർ യു ഗുഡ് ഓർ ബാഡ്? മോക്ക് എന്താ തോന്നുന്നേ? ആൻസർ മീ അമ്മ. ഗുഡ് എന്നും ബാഡ് എന്നൊക്കെ പറയുന്നതേ ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ മോളെ. ചിലർക്ക് ഗുഡായത് മറ്റു ചിലർക്ക് ബാഡായിരിക്കും. തിരിച്ചും സംഭവിക്കാം. കടുവ മാനിനെ കടിച്ചു കീറി കൊല്ലുന്നത് കാണുമ്പോ നമുക്ക് മാനിനോട് സഹതാപം തോന്നും. പക്ഷേ കടുവയുടെ ആഹാരമല്ലേ അത്. മാനിന്റേത് പുല്ല്. മാനിനെ തിന്നില്ലെങ്കി പാവം കടുവ പട്ടിണി കിടന്ന് ചത്തുപോവില്ലേ? എന്നാലും കൊല്ലുന്ന തെറ്റല്ലേ അമ്മ? അതൊക്കെ സാഹചര്യം അനുസരിച്ചിരിക്കും. നമ്മുടെ നിലനിൽപ്പിന് തടസ്സമായിട്ട് വന്നാ വേണമെങ്കിൽ കൊല്ലാം. അതിജീവിക്കുക എന്നുള്ളതാണ് പ്രകൃതി നിയമം. അങ്ങനെയാണോ മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത്? അങ്ങനെയും പറയാം. ഏറ്റവും കൂടുതൽ ലഹരി കിട്ടുന്നത് അമ്മ കൊന്നിട്ടുണ്ടോ ആരെങ്കിലും? മോളെന്താ ഇപ്പൊ ഇതൊക്കെ ചോദിക്കാൻ? മറ്റുള്ളവരെ അടിക്കുന്നതും ഉപദ്രവിക്കുന്നതും ബാഡ് പീപ്പിൾസ് എന്നാ പറയാറ്. നമ്മളും കൈൻഡും പൊളൈറ്റും ജെന്റിലും ആയിരിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ സർവൻസിനോട്. മോളോട് ആരാ ഈ അസംബന്ധമൊക്കെ പറഞ്ഞു തന്നത്? ആവണി ടീച്ചറ്. ആവണി ടീച്ചറാ ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ പറഞ്ഞിരുന്നത്. ഏതെങ്കിലും ഇന്റർനാഷണൽ സ്കൂളിൽ വിടാമായിരുന്നിട്ടും മോളെ ഞാൻ എന്തിനാ ആ സ്കൂളിൽ വിട്ടേന്നറിയോ? സമൂഹത്തെയും ലോകത്തെയൊക്കെ പരിചയപ്പെട്ട് വളരാൻ എന്ന് കരുതി അവര് പറഞ്ഞു തരുന്ന വെട്ടിത്തരങ്ങൾ മൊത്തം തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്നല്ല. അതൊക്കെ വെടിത്തരങ്ങളാണോ? ടോട്ടൽ റബിഷ്. ദയയും സ്നേഹവും സഹാനുഭൂതിയൊക്കെ ദുർബലന് ലോകത്ത് പിടിച്ചു നിൽക്കാനുള്ള ഉപാധികളാ. പണവും സ്വാധീനമുള്ള നമ്മളെപ്പോലുള്ളവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തും വിലയ്ക്ക് വാങ്ങാം. അമ്മയ്ക്കാരാ ഇതൊക്കെ പറഞ്ഞു തന്നത്? അമ്മയുടെ അച്ഛനാണോ? ആ അതെ. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് സ്വയം പഠിക്കുന്ന പാഠങ്ങളും ഉണ്ട്. അപ്പൊ വലുതാകുമ്പോ ഞാനും എന്റെ അമ്മയെ പോലെ ആവോ?